ഉണ്ടാക്കാൻ പോകും. അതും അമ്മ എവിടെയോ വീഡിയോ കണ്ടിട്ട് അമ്മയ്ക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മ തന്നെ അങ്ങോട്ട് തുടങ്ങി. ഞാൻ വരുന്നതിന് മുമ്പേ അമ്മ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് സംഭവങ്ങളൊക്കെ കാണാം. അമ്മ ഇവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുവാണ് ഇതിനാവശ്യത്തിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതോ നമ്മുടെ ശർക്കര പാനി ആയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളിവിടെ ആട്ട ഇതോ ഈ ഒരു പരുവത്തിൽ അമ്മ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ കട്ടയില്ലാണ്ട് ഇതോ ഇതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. മതിയമ്മ? ഈ ഒരു പരുവത്തിലാട്ടോ. വെള്ളം ഒരു പരുവത്തിലാണ്, ഒത്തിരി കുറുകണ്ട കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ജീരകവും ചുക്കും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഐറ്റങ്ങൾ വരാൻ കിടക്കുന്നുള്ളൂ. ഇത് ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. കുറച്ച് പഞ്ചസാരയും കൂടെ അമ്മ ഇടുന്നുണ്ട് കേട്ടോ. പൊടിയാൻ എളുപ്പമുള്ളതുകൊണ്ട് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അറിഞ്ഞോ ചുക്ക് കാണിച്ചേ? അരഞ്ഞിട്ടുണ്ട്. ഏലക്കയുടെ തോലിയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വർഷങ്ങളായിട്ട് പൊക്കത്തിരിക്കുന്ന പാത്രങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഇറങ്ങാൻ പറ്റുന്നത്. ഓരോന്ന് എടുക്കാം. ഇതൊക്കെ കഴുകി എടുക്കണം. വറക്കണതിന് മുമ്പ് രണ്ടെണ്ണം ഞാൻ അടിച്ചു മാറ്റി. മുന്തിരിങ്ങ അല്ലേ മുന്തിരി ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കുവാണ്. മുന്തിരി ഇവിടെ കോരി വെച്ചിട്ടോ, വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് കശുവണ്ടി ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വറക്കാം. നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കശുവണ്ടി നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിൻ്റെ പരിപാടികൾ തുടങ്ങാം. എന്തോരം വെള്ളം ഉണ്ടോ? 3 ഗ്ലാസ് വെള്ളം തേക്കട്ടെ. തേക്കുമ്പോഴത്തേക്ക് നമുക്ക് വരാം. വെള്ളം തികന്നിട്ടുണ്ട്. കുറച്ചിങ്ങനെ തികന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിരുന്ന ആട്ട ആദ്യം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മുടെ ഈ ആട്ട കലക്കി വെച്ചതിന് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ആട്ട ഒന്ന് വെന്ത് വരുന്ന വരെ സംഭവം ഇളക്കി കൊടുക്കണം. അത് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിക്കുവാണ്. ഇതോ നമ്മൾ ഏലക്കയും എല്ലാം പൊടിച്ച് വെച്ചേക്കുന്നതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ്. നന്നായിട്ട് ഇളക്കാം. ഈ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തോ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പായസം റെഡി. ഇനി നമുക്ക് ടേസ്റ്റ് പായസം ഇവിടെ നമുക്ക് സെറ്റായിട്ട് ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം.